ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറി. ഒരുപാട് ഐറ്റങ്ങളൊന്നുമില്ല, അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇതേപോലെ ഒരു പിടി കൊച്ചുള്ളി, ഏകദേശം ഒരു 10-25 ഉണ്ട്. പിന്നെ ഒരു 5 തക്കാളി, അല്ല പഴുത്ത് നോക്കുക, 5 തക്കാളി എടുക്കുക. എങ്ങനെ വേണേലും അരിഞ്ഞിട്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ തക്കാളിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഈ പലർക്കും ഇതുപോലെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് സമയമില്ലാത്തവർക്കൊക്കെ ആണെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. കാര്യം ഇതൊക്കെ വെച്ചിട്ട് ഓഫീസിലൊക്കെ പോകേണ്ട ആൾക്കാരുണ്ട് അല്ലേ. തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്തെടുക്കാം. അടുപ്പൊന്ന് കത്തിക്കുക. കുക്കറിനകത്താകുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാവുമല്ലോ. ഒരു ചെറിയ കുക്കർ അങ്ങോട്ട് വെക്കാം. ഇനി നമുക്ക് ഈ കുക്കർ ചൂടായതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ആ കൊച്ചുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇപ്പം ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ടൊന്നുമില്ല, ഇതേപോലെ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഉള്ളി ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പം ഈ കൊച്ചുള്ളി ഒന്നും നമുക്കൊന്ന് വാട്ടിയെടുക്കണം. ഇപ്പോൾ 2-3 പച്ചമുളക് കൂടെ കീറി അങ്ങോട്ട് ഇട്ടാൽ പച്ചമുളക് ഞാനൊരു 3 ചേർത്തുള്ളൂ. നമുക്ക് ആവശ്യത്തിന് ചേർക്കാവുന്ന കേട്ടോ, ഓരോരുത്തരുടെ എരിവിൻ്റെ ഭാഗത്തിൽ. അതിന് ശേഷം ഇതേപോലെ ഇളക്കി ഒരു 2 മിനിറ്റൊക്കെ അതിന് ശേഷം ഈ അരക്കി വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ട് ഇതിനകത്ത് ഇട്ടു. അപ്പോൾ ഉള്ളി തണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മാത്രം മതി കേട്ടോ. ഈ തക്കാളി കൂടെ ഉണ്ട്. ഈ തക്കാളിയും കൂടെ കൂട്ടി ഉള്ളിയും പച്ചമുളകും തക്കാളി എല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം ഒരു 3 മിനിറ്റ് കൂടെ ചെറിയ തീയിലൊന്ന് ഇളക്കി കൊടുത്ത് അതുകൂടെ ഒന്ന് വാട്ടിയെടുക്കും. ഇപ്പം നേരെ ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഒരു 3 വെളുത്തുള്ളിയും കൂടെ ഇതിൻ്റെ കൊടുത്തിട്ട് കൊടുക്കും. വെളുത്തുള്ളി ഒരുപാട് ചേർക്കല്ലേ, കാര്യം അതിൻ്റെ ചുവ മുകളിൽ നിൽക്കുക. അതുകൊണ്ട് ഒരു 3 എണ്ണത്തിൽ കൂടെ ചേർക്കണേ. അവിടെ കൂട്ടിയിട്ടില്ല. തക്കാളിയൊക്കെ ഒരുപാട് അങ്ങനെ ഉടയൊന്നും വേണ്ട. ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞാൽ മാത്രം മതി. പേസ്റ്റ് പോലെ ആകേണ്ട കാര്യമില്ല. തക്കാളിയൊക്കെ ഇതേപോലെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി, ചെറിയൊരളവിൽ മഞ്ഞൾപ്പൊടിയും കൊണ്ടിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒന്നുകൂടെ പിന്നെ നമുക്ക് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇത് ഒരു 1/2 ഗ്ലാസ് എടുത്താൽ മാത്രം മതി. ഒരു 1/2 ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതേപോലെ വെള്ളം ഒരല്പം മുകളിൽ നിൽക്കത്തക്ക രീതി വേണം ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് അടച്ച് കൊടുക്കുക. 2 വിസിലൊന്ന് അടിക്കട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് തുറന്നു. ഒരു 2 വിസിലടിച്ചതിന് ശേഷം ഞാൻ അടുപ്പങ്ങ് നിർത്തുകയാണ്. ഇത് താഴോട്ട് വെക്കാം. ഇനി നമുക്കിതിന് ഇച്ചിരി അരപ്പൊക്കെ വേണം കേട്ടോ. ഒരു തേങ്ങയുടെ പകുതി ആ തേങ്ങാപ്പീര ചാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരുംജീരകമാണ്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ പെരുംജീരകത്തിൻ്റെ ടേസ്റ്റിലൂടെ മുന്നോട്ട് വേണമെങ്കിൽ അല്പം കൂടെ ചേർക്കേണ്ടതാണ്. ഇനിയും വേണ്ടത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതിലിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് വേണ്ടത് 1/2 ടീസ്പൂൺ മുളക് പൊടി, അതിലിട്ട് കൊടുക്കാം. കൂട്ടത്തിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ. ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തോണ്ട് ഇപ്പോൾ വരാം. ഇപ്പോൾ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നല്ലപോലെ അങ്ങോട്ട് അരച്ചെടുക്കുക എന്നുള്ളത്. നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന കറിയില്ലേ, നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു ഐറ്റം തന്നെ കേട്ടോ. അപ്പോൾ വലിയൊരു സംഭവമായിട്ടൊന്നും ആരും കരുതില്ല. അറിയാൻ എത്രക്ക് വേണ്ടി ഞാൻ സിമ്പിളായിട്ടൊന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഒന്നുകൊടുന്ന് കത്തിക്കും. ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെക്കുക. നമ്മൾ ഈ ചീനച്ചട്ടി ചൂടായതിന് ശേഷം ഇതിനകത്തോട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമുക്കൊരല്പം കടുക് വന്നിട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 3-4 കൊച്ചുള്ളി അരിച്ച് വെച്ചിരിക്കും. അത് നമുക്കറിയാമല്ലോ, ഇതേപോലുള്ള കറികൾ എന്ന് പറയുമ്പോൾ താളിച്ചൊഴിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റായിരിക്കും. കൂട്ടത്തിൽ 2 വറ്റൽമുളക് അതിലുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് 1-2 തണ്ട് കറിവേപ്പില അത്
അപ്പോൾ ഈ ഉള്ളി മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് നമുക്കൊരല്പം മുളക് പൊടി, കാര്യം ഒരു ഇത്തിരി കളറിനൊക്കെയാണ്, ഇതേപോലെ ഇത്തിരി കാശ്മീരി മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി ഇത് നമുക്ക് ഈ കുക്കറിൻ്റെ അകത്തിരിക്കുന്ന ഈ ഐറ്റങ്ങളൊക്കെ ഇങ്ങോട്ട് എടുക്കാം. സാധാരണ നമ്മൾ ഇങ്ങനത്തെ കറി എന്ന് പറഞ്ഞാൽ മേളിലോട്ട് താളിച്ചൊഴിക്കുകയായിരുന്നു. പക്ഷേ കുക്കറിൻ്റെ അകത്തായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇതിങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ വേണം കേട്ടോ, തീ കൂട്ടി കൊടുക്കില്ല, ചെറിയ തീയിൽ വേണം നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പൂടി ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം. ജാറിൻ്റെ അകത്തുള്ള അരപ്പൂടി നമുക്ക് എടുക്കാം. ഒരല്പം വെള്ളം ഒഴിച്ച് ഇങ്ങനെ അടച്ച് വെച്ച് ഇങ്ങനെ അതിനുശേഷം ഇതുപോലെ ഒഴിച്ചു അരപ്പിട്ടതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി അരപ്പൊക്കെ ചേർത്തതല്ലേ, ഉപ്പൊക്കെ നോക്കണം, ടേസ്റ്റൊക്കെ നോക്കണം, എന്തെങ്കിലും പോരായിട്ട് ചേർക്കണം. ഞാൻ ഏതായാലും ഒരല്പം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പൊളിക്കറി കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. കാര്യം ഒരല്പം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ ടേസ്റ്റ് അനുഭവപ്പെട്ടു. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാമെന്ന്. ഇപ്പം വേറെ ആയിട്ട് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിക്ക് വേണമെങ്കിലും കഴിക്കാം. നല്ല രുചികരമായ ഒരു കറി കേട്ടോ. ഒരു നുള്ളു ഉപ്പ് പൊടിയും ഇട്ടാൽ ആ കറി പൂർണ്ണമാകും. ഇപ്പം കറക്റ്റാണ്. കാര്യം നല്ല ടേസ്റ്റോട് കൂടി ഒരു സിമ്പിൾ കറിയാണ്. തീർച്ചയായിട്ടും ഇതേപോലുള്ള തക്കാളി കറി, ഉള്ളിക്കറി ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും കൂടി ഇട്ട് നല്ല ടേസ്റ്റായിട്ട് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന രുചികരമായ ഒരു കറിയാണ്. അല്പം ഉപ്പുപൊടിയൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് ചൂടാക്കിയിട്ട് അടുപ്പങ്ങ് നിർത്താം. ഒരുപാടൊക്കെ തിളച്ച് പോകണ്ട, നല്ലപോലെ ചൂടാക്കിയാൽ മാത്രം മതി. ഇതുപോലെ ചെറിയൊരു തിള വരുമ്പോൾ അടുപ്പങ്ങ് നിർത്താം. നമ്മളൊരു ബൗളിലോട്ട് മാറ്റുകയാണ്. ഇതേപോലുള്ള നാടൻ കറികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ഇത് അറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അതും സത്യം ഒരു കാര്യം തന്നെ കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്തു നോക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഒരുപാട് ഐറ്റങ്ങളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. കുക്കറിനകത്ത് 2 അഴി കഴിച്ചാൽ സംഗതി റെഡിയായി. തീർച്ചയായിട്ടും ചെയ്തു നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബായ്.